ഹലോ ഗൈസ്, നമ്മളിന്ന് മുതിര തോരനാണ് വെക്കുന്നത് കേട്ടോ. അതിനായിട്ട് ഞാൻ ഇത് ഉള്ളി മൂപ്പിച്ചോണ്ടിരിക്കുകയാണ്. മുതിര ഇത്തിരി ചില്ലി ഫ്ലേക്സ്, പച്ചമുളക് ഒരെണ്ണം, പിന്നെ നല്ല എരിവുള്ളതാണ് കേട്ടോ. പച്ചമുളക് ഒരെണ്ണം, മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കുക. നന്നായി വെന്ത മുതിരയിലേക്കാണ് നമ്മളിപ്പോൾ ഇത് വെന്തോന്ന് നോക്കാം നമുക്ക്. ഞാനിപ്പോൾ ആദ്യം 4 സ്റ്റീം വരുത്തി, പിന്നെ ഒരു 4 സ്റ്റീമും വരുത്തി, 8 സ്റ്റീം വരുത്തിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. തലേ ദിവസം വെള്ളത്തിലൊന്നും ഇട്ട് വെച്ചിട്ടില്ല കേട്ടോ. ഇന്ന് രാവിലെ വെള്ളത്തിലിട്ട് വെച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനിത് ഉണ്ടാക്കി. പക്ഷേ ഒരു 8 മണിക്കൂർ വേണം. 4 നമ്മൾ ആദ്യം തന്നെ സ്റ്റീം ചിലർ മിക്കവാറും എല്ലാവരും പറയുന്നത് വേവുന്നില്ല, കുക്കറിൽ വേവുന്നില്ല. പക്ഷേ നമ്മൾ സ്റ്റീം വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമ്മളത് ലോയിലേക്ക് ആക്കണം. മീഡിയമിലും കുറച്ചായിട്ടുള്ള ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 4 സ്റ്റീം വന്നു കഴിയുമ്പോൾ പിന്നെ പല കുക്കറിനും പല മാതിരി ആയിരിക്കും കേട്ടോ വേവ്. അപ്പോൾ അതായത് ഞങ്ങളിന്ന് കഞ്ഞിയാണ് കുടിക്കാൻ പോകണേ. കഞ്ഞി അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. കഞ്ഞിയും മുതിരത്തോരനും, പിന്നെ അച്ചാറുണ്ട്, എല്ലാ അച്ചാറുകളുണ്ട്. നാരങ്ങയുണ്ട്, ചെറുനാരങ്ങയുണ്ട്, വടുകപ്പുളിയുണ്ട്, കടുമാങ്ങയുണ്ട്. അങ്ങനെ അച്ചാറുകൾ നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം. അച്ചാറും പപ്പടവും നെയ്യിട്ട കഞ്ഞിയാണ് കുടിക്കുന്നത് കേട്ടോ. കണ്ടോ, അത് വെന്തിട്ടുണ്ടെന്ന്. 8 സ്റ്റീമായപ്പോഴാണ് വെന്തത്. 4 സ്റ്റീമായപ്പോൾ ഞാൻ ഓഫ് ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 4 സ്റ്റീമും കൂടി വരുത്തിയപ്പോഴാണ് ഇതിങ്ങനെ വെന്തത്. 4 സ്റ്റീമായപ്പോൾ വെന്തിട്ടുണ്ട്. പക്ഷേ പല കുക്കറും പല മാതിരി ആയിരിക്കും കേട്ടോ. ഞാൻ പറയണ മാതിരി തന്നെ നോക്കണ്ട. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ കുക്കറിൽ പെട്ടെന്ന് വേവണതായിരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് ഇത്തിരി തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വേണമെങ്കിൽ ഇട്ടാൽ മതി. ചിലർക്ക് രാവിലെ തന്നെ തേങ്ങയൊക്കെ ഇട്ടാൽ പുളിച്ച് തേട്ടെന്നൊക്കെ പറയും. ഇതിന് ശരിക്കും ഇതിൻ്റെ പേര് ഹോഴ്സ് ഗ്രാം എന്നാണ്. ഹോഴ്സ് എന്ന് പറഞ്ഞാൽ കുതിരയുടെ ശക്തിയാണ് ഇത് കഴിച്ചാൽ കിട്ടുകയെന്ന് പറയും. ഇതിൻ്റെ ജ്യൂസ് വെള്ളം കൂടുതലുണ്ടെങ്കിൽ അതെടുത്തിട്ട് നമുക്ക് രസം വയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ അതിൽ കൂടി ഇത്തിരി കൂടി കടുകൊക്കെ വറുത്ത് കഴിഞ്ഞാൽ ഇത്തിരി മുതിര ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് ഒരു ഒഴിച്ച് കറിയായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ്. അതാണല്ലോ കുതിരയ്ക്കാണല്ലോ അത് കൊടുക്കണത്. കുതിരയ്ക്ക് പണ്ട് ഇതിൽ കല്ലൊക്കെ ഇട്ടിട്ടാണ് കൊടുക്കുക. അപ്പോൾ അവർ തെരഞ്ഞ് പതുക്കെ ഇങ്ങനെ തിന്നും. ഇത് ഇപ്പോൾ എന്ന് പറയുന്നത് പാക്കറ്റിൽ കിട്ടണ കാരണം വെറുതെ കഴുകിയിട്ടാൽ മതി. ഒരു കല്ല് പോലും എനിക്ക് കിട്ടിയില്ല കേട്ടോ. ഞാൻ 2-3 പ്രാവശ്യമായി നോക്കണു, ഒരൊറ്റ കല്ല് പോലും എനിക്ക് കിട്ടിയില്ല. അരിച്ചിട്ട് കടിക്കുന്നുമില്ല, കല്ലൊന്നും കടിക്കുന്നുമില്ല. കല്ല് കടിക്കുകയാണെങ്കിൽ ചേട്ടനാണ് കടിക്കുക, ഞാൻ കടിക്കാറില്ല മിക്കവാറും. എന്നിട്ട് എന്നെ വഴക്ക് പറയും, നീ മര്യാദയ്ക്ക് അരിച്ചില്ല. എനിക്കറിയണ മാതിരിയൊക്കെ ഞാൻ അരിച്ചിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ ഞാൻ എന്നിട്ടും കല്ല് കടിക്കും. പക്ഷേ ഇപ്പോൾ ഒരു കുഴപ്പമില്ല. പാക്കറ്റിൽ വരുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും കഞ്ഞിയാണ്. കഞ്ഞിക്ക് നല്ല വേവുള്ള അരിയാണ്, അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. നല്ല വെന്ത കൊഴുത്ത കഞ്ഞി വേണം നമുക്ക് കിട്ടാനായിട്ട്, എന്നാലാണ് ടേസ്റ്റ്. ഇത് പിന്നെ കുഴപ്പമില്ല, ഇത്തിരി നെയ്യൊക്കെ ഇട്ടിട്ടുണ്ട്. നെയ്യ് പക്ഷേ ഈ വേവാത്ത അരി മരുത്തയിൽ നെയ്യിട്ടാൽ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, ഉള്ള കാര്യം പറയല്ലോ. പിന്നെ പപ്പടമുണ്ട്, അച്ചാറ്, കടുമാങ്ങയുണ്ട്, വടുകപ്പുളിയുണ്ട്. എനിക്കതൊന്നും ഇഷ്ടമില്ല. അതിലേക്ക് ഇത് നെയ്യിട്ട കഞ്ഞിയിലേക്ക് ഈ മുതിരത്തോരനും ഇതും പപ്പടം മാത്രം മതി. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളും ഇതേമാതിരി ഇടയ്ക്കൊക്കെ ഒരു ദിവസം ഇങ്ങനെ കഞ്ഞി മുതിരയൊക്കെ വെച്ച് കഴിക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.